നമ്മളെവിടെ പോണേ? വന്ദേ ഭാരതി പോവേണ, വന്ദേ ഭാരതി പോവേണ. അങ്ങനെ ആ പോട്ട്. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് വന്ദേ ഭാരതിൽ ഒരു ദിവസം യാത്ര ചെയ്യാൻ പോവുകയാണ്. കേറ്. നമ്മൾ ടിക്കറ്റ് ആണെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തതോ അല്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനിച്ചതായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ തൽക്കാലം നമ്മൾ എടുത്തില്ല. കറണ്ട് ബുക്കിംഗ് നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ കയറിയപ്പോൾ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുവന്നു. എല്ലാവർക്കും ന്യൂസ് പേപ്പേഴ്സൊക്കെ തരികയാണ്. ഇംഗ്ലീഷ് മലയാളവും കിട്ടും. കുക്കീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചായപ്പൊടിയല്ലേ, ചായ. കുക്കീസ് രാവിലെ 5 മണിക്ക് തന്നെ 6 മണി 5:30 ആയപ്പോൾ തന്നെ കുക്കീസ് കഴിക്കുന്നുണ്ട്. വൊമിറ്റൊക്കെ ചെയ്ത് കുട്ടൂസ് ആകെ വയ്യാതിരിക്കുകയാണ്. ഞാൻ കിറങ്ങി ഗൈസ്. ഞാൻ പൊട്ടിച്ച് അതിലങ്ങ് നമ്മൾ ചേർക്കുക. ഇനി അതിലാക്കുന്നത് പിടിയെടുക്കുക. നമുക്ക് മാത്രം കാണേണ്ട വ്ളോഗാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടൂസ് ഒരിടത്തും പോയിട്ടില്ല, ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുക വേണ്ടിയുള്ള വീഡിയോസാണ്. കുട്ടൂസ് തന്നെയാണ് ചായ ഇടുന്നത്. മസാല ചായയാണ് കുട്ടൂസ് ഉണ്ടാകാൻ പോകുന്നത് ഗൈസ്. വെളിയിലൊന്നും കളയരുത് ഗൈസ്. വെള്ളം നനഞ്ഞുകൊണ്ട് പറ്റിയിരിക്കും. അതിനെ പിടിക്കാതെ പിന്നെയും പിടിക്കുക. ഇനി കലക്കിക്കോ അവിടെ. നന്നായിട്ട് കലക്ക്. മറ്റേ കോഫി വെൻഡർ മെഷീൻ ഇല്ലേ, അതിലെ പൊടിയായിരിക്കും ചിലത്. ഓക്കെ ഓക്കെ
കിടക്കണ്ടേ. പുറത്ത് നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു രാവിലെ. രാവിലെ 5:10 നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചത്. അപ്പോൾ തന്നെ ഒരു 6-7 മണിയൊക്കെ ആയപ്പോൾ നല്ല കാഴ്ചയായിരുന്നു. ഇതൊന്നും ആസ്വദിക്കാതെ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുന്ന വിഷ്വലാണ് കാണുന്നത്. ഫോട്ടോസ് ചരിഞ്ഞ് രണ്ടുപേരുടെയും ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കിട്ടിയത്. വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചായയുണ്ട്. എന്തൊക്കെയാണെന്ന് ഉഴുന്ന വടയായിരിക്കും. എന്തായാലും കൊള്ളാം. പാക്കിംഗ് ഒക്കെ കൊള്ളാം. നല്ലൊരു ഇഷ്ടമായിട്ടുള്ള വട, സാമ്പാർ, ചമ്മന്തി, മുളക് ചമ്മന്തി പോലെ ചായ. അങ്ങനെ നമ്മൾ ഏകദേശം 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ എറണാകുളത്ത് എത്തിച്ചേർന്നു. ആദ്യമായി ഫാമിലിയായിട്ടുള്ള ഒരു വൺഡേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് യാത്ര അവസാനിച്ചു.